ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MG യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2024 നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസാണ്, അതായത് അഡ്മിഷൻ പരമായിട്ടുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ തുടർന്നുള്ള ഓരോ അപ്ഡേറ്റ്സിനായിട്ടും നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചവരെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതാണ്. അത് ജനറൽ വിഭാഗത്തിന് 1418 രൂപയാണ്, SC/ST വിഭാഗത്തിന് 50 രൂപയാണ് വരുന്നത്. ഇപ്പം ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു കോളേജിൽ നിന്നും ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഇപ്പം ഫസ്റ്റ് ഓപ്ഷനൊക്കെ ലഭിച്ച അതായത് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷനൊക്കെ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ചിലർക്ക് അത് തന്നെയാവും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ചിട്ടുണ്ടാവും, ചിലർക്ക് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വന്ന എഡിറ്റ് ഓപ്ഷനിലൂടെ സംഭവിച്ചതാണ് അല്ലേ. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു എഡിറ്റ് ഓപ്ഷനിൽ പല വിദ്യാർത്ഥികളും ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഡിഫറൻസ് വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അത് പറയുന്നത് ജൂൺ 19 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ടാണ് നിങ്ങൾ ആ ഒരു കോളേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു കോളേജിൽ പോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഡീറ്റെയിൽസ് പറയാം, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനൊക്കെ എടുക്കേണ്ടതെന്ന് പറയാം. ഇനി ആരൊക്കെയാണ് ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നവരുടെ കാര്യം പറയാം. അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അവരുടെ താഴോട്ടുള്ള എല്ലാ ഓപ്ഷൻസും ലോവർ ഓപ്ഷൻസ് എല്ലാം തന്നെ ക്യാൻസലായി പോകും. അപ്പോൾ അവർക്കൊരു ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളും ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് ആ ഒരു കോളേജ് തന്നെയായിരുന്നു വേണ്ടത്, അത് തന്നെയാണ് കിട്ടിയത്, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് കോളേജാണോ നിങ്ങൾക്ക് ലഭിച്ചത് ആ ഒരു കോളേജിൽ പോയി മുഴുവൻ ഫീസും അടച്ച് എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനലുമായിട്ട് പോയി നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുക. ഇനിയും ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടവർ, ഇപ്പം ലഭിച്ച അലോട്ട്മെൻറ്റ് സാറ്റിസ്ഫൈഡ് അല്ലാത്ത വിദ്യാർത്ഥികളുണ്ടാകും, നിങ്ങൾക്ക് ആ ഒരു കോളേജ് ആയിരുന്നില്ല വേണ്ടത്, അങ്ങനെയുള്ളവർക്കൊക്കെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ലഭിച്ച ആ ഒരു കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, കോളേജിൽ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലഭിച്ച അലോട്ട്മെൻറ്റ് അവിടെ ഉറപ്പാക്കുക. അപ്പം ഈ ഒരു രീതിയിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തവർക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കോളേജുമായിട്ട് പക്ഷേ നിർബന്ധമായും കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. ഇനിയും ടെമ്പററി ആയിട്ടും പെർമനൻ്റ് ആയിട്ടും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ, നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് വരും. ഓക്കെ, ഇപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ആ ഒരു കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് വരുന്നത്. നിങ്ങളുടെ അഡ്മിഷൻ അവിടെ കൺഫേം ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ടെമ്പററി ആയാലും പെർമനൻ്റ് ആയാലും അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തതിന് ശേഷമേ നിങ്ങൾക്ക് അത് കിട്ടുകയുള്ളൂ കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നവരാണെങ്കിൽ കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്തതിന് ശേഷമായിരിക്കും കിട്ടുന്നത്. എന്നാൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നവരാണെങ്കിൽ ആ ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. പരാതികൾ ഉണ്ടാകുന്ന പക്ഷം നിങ്ങൾ ഈ ഒരു കൺഫർമേഷൻ സ്ലിപ്പാണ് അവിടെ സമർപ്പിക്കേണ്ടത്. അതൊക്കെ ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ, നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് അവിടെ അതുപോലെ നിലനിർത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഈ ഒരു ഹയർ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു കോളേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറാം. അതല്ല, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ കോളേജ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ തന്നെ നിങ്ങൾക്ക് തുടരാം. നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് അവിടെ നഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനൊക്കെ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിനായിട്ട് ഇവിടെ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, സ്റ്റുഡൻറ്റ് മെറിറ്റ് കോട്ട സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഇനിയും ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ ഒക്കെ മറന്നുപോയ വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാർഡ് ആക്സസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണോ നിങ്ങൾ മറന്നുപോയത് അല്ലെങ്കിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനോ എന്താണോ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കതവിടെ റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്കാണെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് ദ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അതിന് തൊട്ട് താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ടു പേ യുവർ അലോട്ട്മെൻറ്റ് ഫീ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഫീ, അഡ്മിഷൻ ഫീ നിങ്ങളവിടെ അടയ്ക്കേണ്ടതാണ്. ആ ഒരു അഡ്മിഷൻ ഫീ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു അലോട്ട്മെൻറ്റ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം അതുപോലെ തന്നെ ടെമ്പററി ആയിട്ടും പെർമനൻ്റ് ആയിട്ടും അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയും ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് വരുന്നത് ക്ലിക്ക് ഹിയർ ടു സെലക്ട് മോഡ് ഓഫ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ആയിരിക്കും വരുന്നത്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് പെർമനൻറ്റ് അഡ്മിഷൻ, ടെമ്പററി അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ പെർമനൻ്റ് ആണെങ്കിൽ പെർമനൻറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അതല്ല ടെമ്പററി ആണെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് വരുന്നത് ക്ലിക്ക് ഹിയർ ടു പ്രിൻറ്റ് യുവർ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ആയിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഇത്രയും സ്റ്റെപ്സ് ചെയ്യണം. ശേഷം പെർമനൻ്റ് ആണെങ്കിൽ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുക, ടെമ്പററി ആണെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കോളേജുമായിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് കൺഫർമേഷൻ സ്ലിപ്പ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമേ അവർക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് അവിടെ നിലനിൽക്കുകയുള്ളൂ. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഫീസ് മുഴുവൻ അടച്ചിട്ടാണ് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കേണ്ടത്. നിങ്ങളുടെ ഫീസ് സ്ട്രക്ചർ അവിടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. എയ്ഡഡിൻ്റെയും അതുപോലെ തന്നെ അൺഎയ്ഡഡ് സെൽഫ് ഫിനാൻസിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇത് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര രൂപയും കൊണ്ട് പോകണം എന്നുള്ളത്. അല്ലെങ്കിൽ കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ പോകുന്നതിന് മുന്നേ കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ എത്ര ഫീസാണ് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കരുതുക. അതല്ല, ഇനി ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കും. പക്ഷേ പുതിയതായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു ഡേറ്റിനകത്ത് പറയുന്നത് 20/6/2024 നിങ്ങൾക്ക് ആ ഒരു ദിവസമാണ് ഈ ഒരു വേണ്ടാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും നിങ്ങളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും സാധിക്കുന്നത്. ഇപ്പോഴൊന്നും അത് പറ്റില്ല. 20 ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഞാനൊരു അപ്ഡേഷൻ തരാം. ആ ഒരു ദിവസം നിങ്ങൾക്കത് ചെയ്യാവുന്ന, ആ ഒരു എഡിറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം 24/6 പബ്ലിഷ് ചെയ്യുമെന്നാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതിന് മുൻപേ വരാൻ സാധ്യതയുണ്ട്. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 18-ാം തീയതി വരുമെന്നായിരുന്നു ഷെഡ്യൂളിൽ കിടക്കുന്നത്. പക്ഷേ 15-ാം തീയതി തന്നെ വന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റും ചിലപ്പോൾ ഒരു 21 അല്ലെങ്കിൽ 22 ഒക്കെ തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷൻ നൽകാം. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് കാണുന്നത് വരെ ബൈ, താങ്ക് യു.